വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ഈ മനുഷ്യൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടുവെന്ന് എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല. അത് ദൈവത്തിനെ അറിയൂ. അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ഭോഷനാവുകയില്ല. എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു. ഓർമ്മിക്കുക, പരിശുദ്ധിയുടെ പ്രതീകമാണ് പറുദീസ, ദൈവത്തിന്റെ സ്വന്തം ഭവനം. അതിമനോഹരമായ ദേവാലയമാണ്. അവിടെ മുഴുവൻ തുടിക്കുന്നത് ദൈവത്തിന്റെ ചൈതന്യമാണ്. ദൈവത്തോടൊപ്പമാണ് മനുഷ്യൻ പറുദീസയിൽ സഞ്ചരിച്ചത്. പറുദീസായിൽ മനുഷ്യൻ പാപം ചെയ്തു. അവൻ പാപം ചെയ്തത് ശരീരം കൊണ്ടാണ്, ആത്മാവ് കൊണ്ടല്ല. മനുഷ്യാത്മാവിനെ ദൈവത്തിന് തിരികെ വേണം. പക്ഷേ പരിശുദ്ധിയുടെ സാഹചര്യത്തിൽ പാപക്കറ പുരണ്ട ശരീരവുമായി മനുഷ്യൻ എങ്ങനെയാണ് പറുദീസയിൽ ജീവിക്കുക? ഇനി എങ്ങനെയാണ് അവൻ ദൈവത്തോടൊപ്പം പറുദീസയാകെ ചുറ്റി സഞ്ചരിക്കുക? അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത്. പാപക്കറ പുരണ്ട മർത്യ ശരീരത്തെ ഭൂമിയിൽ ഉപേക്ഷിച്ച് അവന്റെ ആത്മാവിന് വിഹരിക്കാൻ വീണ്ടും പറുദീസ സമ്മാനിക്കാനാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. മനുഷ്യന്റെ ചുമലിൽ കൈവച്ച് അവനോടൊപ്പം വീണ്ടും പറുദീസയിൽ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. ഉദാഹരണത്തിന്, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരമ്മ മകനെ വളർത്തി. ദാരിദ്ര്യം അവളുടെ കൂടപ്പിറപ്പാണ്. എങ്കിലും അവർ സന്തുഷ്ടരായിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ മകന് പട്ടണത്തിൽ ജോലി കിട്ടി. മകന് അമ്മയെ പിരിയാൻ വിഷമമുള്ളതുകൊണ്ട് പോകില്ലെന്ന് അവനൊരേ വാശി. അമ്മയ്ക്കുമുണ്ട് ഏറെ വിഷമം. എങ്കിലും അത് പുറത്തു കാട്ടാതെ അല്പം കോപം നടിച്ച് അമ്മ മകനെ ശകാരിച്ചു. അമ്മ നീരസം കാട്ടിയപ്പോൾ മകൻ പോകാൻ തയ്യാറായി. വേദനയോടെയാണെങ്കിലും അമ്മ മകനെ യാത്രയാക്കി. പിന്നെ അമ്മ കണ്ണും നട്ട് കാത്തിരിപ്പായി. വേല ചെയ്ത് സമ്പന്നനായി അവൻ തിരികെ വരും. ഇതുതന്നെയല്ലേ ദൈവം പറുദീസായിൽ മനുഷ്യനോട് ചെയ്തത്? മനുഷ്യൻ ദൈവേഷ്ടമനുസരിച്ച് ഭൂമിയിൽ വേല ചെയ്ത് ദൈവിക സന്നിധിയിൽ സമ്പന്നനാകാൻ വേണ്ടി. ആയതുകൊണ്ട് ദൈവിക സന്നിധിയിൽ സമ്പന്നരാകാൻ ഉതകും വിധം പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
കഥനകൾ